ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിശദമാക്കാൻ വന്നതാണ് നിങ്ങളോടൊപ്പം. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഞാൻ ഒരുപാട് കാറ്റഗറിയിലെ വീഡിയോകൾ ചെയ്യാറുണ്ട്, ഒരുപാട് രീതിയിൽ ഒരുപാട് മോഡലിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അത് എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളാണ്, എനിക്ക് സൂട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ എനിക്ക് അത് ഓക്കെ ആണ് എന്ന് തോന്നുന്ന വീഡിയോകളാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, യേശുവിൻ്റെ പാട്ട് പാടാറുണ്ട്, യേശുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഞാനൊന്നുമല്ല, വെറും ഒരു പുഴുവാണ്. അതായത് പുഴുവെന്ന് പോലും സ്ഥാപിക്കാൻ എനിക്ക് പറ്റില്ല, അതിന് പോലും അർഹതയില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്തൊക്കെയോ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മകൾ മുഴുവനും, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും എൻ്റെ തമ്പുരാനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് യേശുവിനെയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പൊരുൾ ഞാൻ പറയാം. ഞാൻ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ എൻ്റെ തമ്പുരാൻ എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് സങ്കടപ്പെട്ടാൽ ആ നിമിഷം അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ എനിക്കത് സാധീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ സാധ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധ്യമായിട്ടുണ്ട്. എൻ്റെ അപ്പച്ചനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കത് സാധ്യമായിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ അപ്പനെ ഇഷ്ടപ്പെടുന്നു. നമ്മളെ സ്നേഹം നമുക്ക് തരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, അല്ലേ? അതുപോലെ മനുഷ്യരിലും അങ്ങനെയാണ്. നമുക്ക് സ്നേഹം കിട്ടുമ്പോഴാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. കാശ് കൊടുത്താൽ കിട്ടാത്തത് സ്നേഹവും. അങ്ങനെ ഒരു കാര്യമുണ്ട്, കാശ് കൊടുത്താൽ കിട്ടത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. അതുപോലെ നമ്മുടെ തമ്പുരാൻ എന്ന് പറയുന്ന കാശൊന്നും ചോദിക്കത്തില്ല, എല്ലാ മക്കളെയും സ്നേഹിക്കും. തെറ്റ് ചെയ്താൽ പോലും തെറ്റിൽ നിന്ന് മോചനപ്പെടുത്തി പാവം കഴുകിക്കളഞ്ഞ് മാറോട് ചേർത്തണയ്ക്കും. കളങ്കമില്ലാത്ത നിറഞ്ഞ പുഞ്ചിരിയുടെ നിറവ് പുടവത്തിൻ്റെ ഒരു സ്നേഹം തരുന്ന ഓരോ നാഥനാണ് നമ്മുടെ ദൈവം. നിങ്ങൾ എത്ര പേര് അതിനെ ഉൾക്കൊള്ളുന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ യേശുവിൻ്റെ പാട്ട് പാടാറുണ്ട്, യേശുവിൻ്റെ വചനം പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എന്നിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും പറയുമോ, യേശുവിൻ്റെ പാട്ട് പാടുമ്പോൾ പൊട്ടു വെച്ചിരിക്കുന്നു, യേശുവിൻ്റെ വചനം പറയുമ്പോൾ പൊട്ടു വയ്ക്കുന്നതിലൊന്നും കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ച് പാപം ചെയ്യാതെ കണ്ട് ദൈവത്തിൽ അർപ്പിച്ചു കൊടുത്താട്ടെ നമ്മുടെ സങ്കടങ്ങൾ. ദൈവം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബലം ചെയ്യും, അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. മനസ്സിലായില്ലേ? ഹൃദയം നമ്മൾ ശുദ്ധീകരിച്ച് നമ്മൾ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി ദൈവത്തിനോട് നമ്മൾ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അയ്യോ ഇതെന്താ ഇങ്ങനെ, ഒരിക്കൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. എനിക്ക് ഞാനാകാനേ പറ്റൂ, എനിക്ക് മറ്റൊരാളാകാൻ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ഈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ ദൈവത്തിനെ വിളിക്കാം. ദൈവം ഒന്നേ ഉള്ളൂ, അതാരാണെന്ന് ആരും കണ്ടിട്ടില്ല. ഓരോരുത്തർ ഓരോന്നിനെ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അത് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് യേശുവിനെയാണ്. അതുകൊണ്ട് എൻ്റെ തമ്പുരാനോടാണ് എൻ്റെ സങ്കടം ഞാൻ പങ്കുവെക്കുന്നത്. ഇന്നല്ല നാളെ ആയാലും അതിനൊരു തീർച്ചയായിട്ടും ഒരു ഫലമുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു രോഗം വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും പെട്ടെന്ന് ആ രോഗം മാറുന്നില്ല. മരുന്ന് കഴിച്ച് ക്രമേണേ അത് മാറത്തുള്ളൂ. ചില രോഗം മാറാത്ത രോഗവുമുണ്ട്. പക്ഷെ മാറാത്ത വ്യാധികളും രോഗങ്ങളും ദുഃഖങ്ങളും തന്നെ മാറ്റുമെന്നാണ് പറയുന്നത്. ദൈവം എന്ന ശക്തി, ആ പ്രപഞ്ചം, ആ പ്രകാശം, ആ ഒളി വിതറിയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതം തന്നെ സംഭവിക്കും. മനസ്സിലായില്ലേ? വലിയൊരു വിടുതലിന് ഒരു കാരണമാകും. അത് എത്ര പേര് വിശ്വസിക്കുന്നോ അത്ര പേർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. ഞാനൊക്കെ പണ്ടൊക്കെ ഈ ചാനലിൽ ഇതുപോലെ യേശുവിൻ്റെ വചനം പറയുകയും യേശുവിൻ്റെ സുവിശേഷം പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് അത്ഭുതമായിട്ട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കേട്ടിട്ട് ആ വചനങ്ങൾ നമ്മൾ അത് തന്നെ കേട്ടിരുന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിൽ. ഞാൻ അതുകൊണ്ടാണ് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നത്. അവിടെ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഹൃദയം ശുദ്ധീകരിച്ച് നമ്മൾ തമ്പുരാനെ നമ്മുടെ ദുഃഖങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നമുക്ക് അത്ഭുതം തരും. ഇന്നല്ലെങ്കിൽ നാളെ കാത്തിരിക്കണം. ചിലപ്പം നമുക്ക് പെട്ടെന്നൊന്നും കിട്ടിയില്ല എന്ന് പറയാം. ചില ആൾക്കാർ പറയും, അയ്യോ നീ ദൈവത്തിനെ വിളിക്കുന്നു, നിനക്ക് എന്തോ കിട്ടി, ഇപ്പോഴും നീ കണ്ണുനീരിലല്ലേ എന്ന്. ശരിയായിരിക്കാം. ഒക്കെയും മാറുന്നൊരു ദിവസം വരും, മാറി മറിയുന്നൊരു ദിവസം വരും. അന്ന് നമ്മൾ ചിന്തിക്കും, ഈ പറഞ്ഞവരിലൊക്കെ അവരുടെ മനസ്സിലൊക്കെ ഒരു ഒളി വിതറും. എന്താണെന്നറിയാമോ? അവൾ അത്രയും കഷ്ടപ്പെട്ടെങ്കിൽ എന്താ,
നമ്മളിപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നു, തുച്ഛമായ വരുമാനമേ നമുക്കുള്ളൂ. ഒരു 100 രൂപയാണ് കിട്ടുന്നത്. ആ 100 രൂപ കിട്ടുന്നതിൽ നമ്മൾ 25 രൂപ മാറ്റിയിട്ട് 75 രൂപ നമ്മുടെ വീട്ടിൽ ചിലവാക്കുകയാണ്. അപ്പോൾ ഈ 25 രൂപ കൂട്ടി വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലേ നമുക്കൊരു വീട് വെക്കാൻ പറ്റുള്ളൂ അല്ലേ? 25 രൂപ വെച്ച് എത്ര വർഷം നമ്മൾ കടക്കണം? ഒരു ഭവനം നമുക്കുണ്ടാക്കണമെങ്കിൽ ആദ്യം വസ്തു വാങ്ങണം, പിന്നെ വീട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര എമൗണ്ട് ഉണ്ടായാലേ നമുക്ക് വെക്കാൻ പറ്റും? അത്രയും ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നില്ലേ? അതിനുവേണ്ടി ഒരു കുടുക്കയിൽ സമ്പാദിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നില്ലേ? വീട് ആണ് നമ്മുടെ ലക്ഷ്യം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തിനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ സങ്കടങ്ങളെന്നും സങ്കടങ്ങൾ ദൈവത്തിൽ അർപ്പിക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എത്ര കണ്ട് ദൈവത്തിനെ വിളിക്കുന്നു അത്ര കണ്ട് നമ്മൾ ഉയർച്ച പ്രാപിക്കുമെന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നു അത്ര പേരും ദൈവത്തിൽ നമ്മുടെ സങ്കടങ്ങൾ അർപ്പിച്ചു കൊടുത്താട്ടെ. നമ്മൾ ചിന്തിക്കും, അതായത് ഞാനും ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ്. വീഡിയോസ് ഒരുപാട് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അതാണ് സന്തോഷം. അതൊന്നും അല്ല സന്തോഷം, അതിക്ക് മേലെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതലായിട്ടുള്ള സന്തോഷം എന്തായിരുന്നു എന്നുള്ളത്. നമുക്ക് പലർക്കും അറിയില്ല എവിടെയാണ് ആ സന്തോഷം ഒളിച്ചിരിക്കുന്നതെന്ന്. പക്ഷെ അതറിഞ്ഞവർ ആ സന്തോഷത്തോടുകൂടി ഇന്നും ജീവിക്കുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ ആ നല്ല വഴി തിരഞ്ഞെടുത്ത് നന്മയുള്ള പാതയിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും ജീവിതത്തിൽ, വലിയൊരു വിടുതലുണ്ടാവും, വലിയൊരു കൃപ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറയാൻ വന്നത്. പൊട്ട് വെക്കുന്നു, അല്ലെങ്കിൽ മൂക്കുത്തി ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാല ഇട്ടിരിക്കുന്നു, എന്നിട്ട് അവൾ പ്രാർത്ഥിക്കുന്നു, അതിലൊന്നും കാര്യമില്ല. അതിൽ നമ്മൾ വൃത്തിയായിട്ട് നടക്കുന്നതിലൊന്നും ഒരു കുറവുമില്ല. ദൈവം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ വൃത്തിയായിട്ട് നടക്കണ്ട എന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഹൃദയം ശുദ്ധീകരിച്ച് തമ്പുരാനോട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ ദൈവം നമുക്ക് സൗഖ്യം തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ദൈവത്തിനെ ഇഷ്ടപ്പെടുന്നവർ ദൈവത്തിനോട് പറഞ്ഞാട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ. എത്രയും വേഗം മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെ കാണാം. തുറക്കാത്ത കണ്ണുകൾ വരെ തുറക്കും. അതിൻ്റെ കാരണം നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ച് അത്ഭുതകരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. തുറക്കാത്ത കണ്ണുകൾ വരെ തുറക്കും. അതാണ് സത്യം. തൊട്ടാൽ കൊള്ളുമെങ്കിൽ വിടരുത്, മുറുകെ പിടിച്ചോണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഒരാളെങ്കിലും അതിൽ അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനോട് നന്ദി പറയണം കേട്ടോ. തൊട്ടാൽ പൊള്ളിയത് കൊണ്ടാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പോഴും വിടുന്നില്ല. എന്തൊക്കെയോ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നു, ഒരുപാട് പ്രതിസന്ധികൾ വന്നു. അവിടെ എല്ലാം എന്നെ കരകയറ്റിയത് എൻ്റെ അപ്പനാണ്. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ഒരുപാട് വട്ടം മരിച്ചു അല്ലെങ്കിൽ മരിക്കാം എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. മരിച്ചൊരാളാണ് ഞാൻ ഒരുപാട് വട്ടം. അവിടെ നിന്നൊക്കെ എന്നെ താങ്ങിയെടുത്ത് വഴി നടത്തിയത് എൻ്റെ യേശുവാണ്. അതിന്നും ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിക്കേണ്ടവളല്ല എന്ന് എൻ്റെ തമ്പുരാൻ പറഞ്ഞു. എന്നിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനുണ്ട് അല്ലെങ്കിൽ നേടിക്കൊടുക്കാനുണ്ടെന്നുള്ളത് എൻ്റെ ഭഗവാന് മനസ്സിലായി. അതുകൊണ്ടാണ് സർവശക്തനായ തമ്പുരാൻ ഇന്നും എന്നെ ജീവനോടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിൽ നിങ്ങളുടെ സങ്കടങ്ങൾ അർപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, അത് യേശുവിനെ തന്നെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെ മരണം വരെ എൻ്റെ ദൈവത്തിന് മാത്രമുള്ളൊരു കുഞ്ഞാടാണ് ഞാൻ. എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതെൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ദൈവം എന്നെ തൊട്ടതാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് മുതൽ ദൈവം എന്നെ തൊട്ടു. പക്ഷെ ഞാൻ ഒരുപാട് ദൈവത്തിനെ അറിഞ്ഞില്ല. പലയിടത്തും അറിഞ്ഞു, പലയിടത്തും അറിയാതെയും, പലയിടത്തും അറിഞ്ഞു, പലയിടത്തും അറിയാതെയും. കുട്ടിക്കാലമല്ലേ, നമുക്കറിയില്ലല്ലോ. ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. പക്ഷേ ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് അറിവ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കല്ല് ഏതാണെന്ന് നെല്ല് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ? അരി കഴുകുമ്പോൾ പോലും നമ്മൾ അരിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ്? കല്ല് മാറ്റി കളയേണ്ടത് കൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് ചോറ് വേവിച്ചാൽ പോലെ. കല്ല് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലങ്ങളുണ്ടാവും. കല്ലിൻ്റെ അസുഖം വരും, മൂത്രത്തിൽ കല്ലുണ്ടാവും, പല പല പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ കല്ല് മാറ്റിയിട്ടെടുക്കുന്ന, വൃത്തിയായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്, നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം സങ്കടം വന്നാൽ മാറോട് ചേർത്തടയ്ക്കും.
സാന്ത്വനം തരും, സമാധാനിപ്പിക്കും. ചിരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി കുരിശിൽ തറച്ച ഒരു വ്യക്തിയാണ് യേശു. അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് നിന്നത്. നമ്മൾ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കാൻ വേണ്ടി പുള്ളി ചിരിച്ചുകൊണ്ടാണ് നിന്നത്. പുള്ളിക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കരയുന്നത് അവർ കാണാൻ പാടില്ല എന്നുള്ളത് ഓർത്തിട്ട് അങ്ങനെ നിന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെയും ദൈവത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. എന്നെ ഒരുപാട് 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 സ്നേഹിക്കണം. എന്നെ നിങ്ങളൊന്ന് സ്നേഹിച്ചാട്ടെ. ഒരുപാട് നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരു ഇടമുണ്ടാകും, അതെനിക്കറിയാം. നിങ്ങളുടെയൊക്കെയും മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്, ഒരു ഇടമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും അവരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട്. അതെന്താണെന്നറിയാം. നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഏതോ ഒരു കോണിൽ, മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ തികച്ച് കാണുന്നത്. എൻ്റെ വീഡിയോ തികച്ച് കണ്ടിട്ടാണ് ഇതെന്തുവായി കാണിക്കുന്നതെന്ന് പറയുന്നത്. ആ ഒരു ഇഷ്ടം ഉള്ളിലെവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ തികച്ച് കാണുന്നത് ആ വീഡിയോ. മനസ്സിലായില്ലേ? അപ്പോൾ ഉള്ളിലൊരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും ഒരുപാട് സ്നേഹിച്ചാട്ടെ. സ്നേഹം വാരിക്കോരി എനിക്ക് തരൂ. ദയവായി പ്ലീസ് എന്നെയും ഒന്ന് സ്നേഹിക്കൂ. നിങ്ങളുടെ ജീവിതം മാറുന്നറിയുന്നത് കാണാം. എന്നെയും സ്നേഹിക്കൂ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ഓർക്കുമ്പോൾ, പ്രാർത്ഥനയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മളെ സ്നേഹിക്കുന്നവരെയും കൂടെ നമ്മൾ ഓർക്കുക. നമ്മളെ അറിയാത്തവരെ പോലും നമ്മൾ ഓർക്കുക. കാരണം ഒരുപാട് രോഗത്താൽ, വായിലൊക്കെ ക്യാൻസറൊക്കെ വന്നിട്ട് വാ പോലും തുറക്കാൻ പറ്റാത്ത രോഗികൾ ഒരുപാട് പേരുണ്ട്. ക്യാൻസർ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരയായിരിക്കും വരുന്നത്. കാരണം അത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നമുക്കിതുപോലെ സംസാരിക്കാൻ, ഇങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. കരങ്ങൾ കൊണ്ട് സ്തുതിക്കാനോ അല്ലെങ്കിൽ ഹായ് പറയാനോ ഒക്കെ ഉള്ള 2 കരങ്ങളും ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? ഇതുപോലും ഇല്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അപ്പം നമ്മളൊന്ന് ഓർക്കണം, ഒന്നിനെ കണ്ടോ അഹങ്കരിക്കരുത്. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അഹങ്കരിക്കരുത്. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പോലും നിശ്ചയിക്കാനോ പറയാനോ പറ്റില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളവരെ ഇല്ലാത്തവരെ സഹായിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാടുള്ളവർ ഇല്ലാത്തവരെ സഹായിക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല. ഒരു ഉടുതുണി പോലും ഇല്ലാണ്ടാണ് നമ്മൾ വരുന്നത്. സത്യം. നമ്മൾ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഓർക്കുക, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന സമ്പത്ത്, അതിൻ്റെ പുറത്താണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മുടെ സമ്പത്തുമല്ല, ദൈവം തന്ന, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തന്ന ആ ഭാഗ്യമുള്ള കുറച്ച് ധനം അല്ലെങ്കിൽ സമ്പത്ത്, അതിൻ്റെ പുറത്താണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. ഉള്ളവർ ഇല്ലാത്തവർ സഹായിക്കുക. അവരും ജീവിക്കട്ടെ. ആഗ്രഹമില്ലാത്തവരാരും ഈ ഭൂമിയിലില്ല. എല്ലാം ആഗ്രഹമുള്ളവരാണ്. അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ഭാഗ്യമില്ലാത്തത് കൊണ്ട്, അവർക്ക് ആഗ്രഹിച്ചാലും കിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ട് അവരുടെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി അവർ ജീവിക്കുന്നു. അപ്പം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ അവർക്കത് ഒരു വലിയ ആശ്വാസമായിരിക്കും. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. വെറുപ്പ് കൊണ്ട് നമുക്കൊന്നും നേട്ടമില്ല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ, അവർ നമുക്ക് തരുന്ന കരുതൽ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നമ്മൾ സ്വർഗത്ത് പോകുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ ഒരുപാട് പേര് വന്ന് നിൽക്കും. മൃഗങ്ങളായാലും മനുഷ്യരായാലും നമ്മൾ എന്തൊക്കെ നന്മ ചെയ്തിട്ടുള്ളവരെല്ലാം വന്ന് നിന്നിട്ട് പറയും, അയ്യോ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളെ കരുതിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് തന്നെ പ്രതീക്ഷയില്ല. ജീവിച്ചിരിക്കുന്ന നാളിൽ എന്തെങ്കിലും ഒരു നന്മയെങ്കിലും പോട്ടെ. ഒരു മൃഗം നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ജസ്റ്റ് കാണുകയാണ്, അവർക്കൊരു ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒന്ന് വാങ്ങി കൊടുത്തു നോക്കിയാട്ടെ. നാളെ ആ വഴി നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കണ്ട് വാലാട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വരും. അതെന്തിനാണ്? ആ സ്നേഹം കൊണ്ടാണ്. ആ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത വാത്സല്യം കൊണ്ട് വരുന്നതാണ്, അല്ലാതെ നമ്മളെ കടിക്കാൻ വരുന്നതല്ല. കടിക്കാൻ വരുന്നൊരു വ്യക്തിക്ക് പോലും നമ്മൾ ആഹാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ശാന്തനാവും.
സമാധാനിക്കും. പിന്നെ നമ്മളെ കാണുമ്പോൾ വാലാട്ടും, നമ്മളെ സ്നേഹിക്കും. അവർ ഈ കടിക്കാൻ വരുന്നത് എന്തിനാണെന്നറിയാം? നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ കടിക്കാനായിട്ട് വരുന്നത് പോലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതുക, അയ്യോ നമ്മളെ കടിക്കാൻ വരുന്നത്, നമ്മൾ കല്ലെടുത്തെറിയും, നമ്മൾ കമ്പെടുത്തടിക്കും. അതൊന്നും ചെയ്യരുത്. മിണ്ടാപ്രാണികളാണ്. അവർക്ക് പറയാനറിയില്ല, അവർക്കും വേദനിക്കും, അവരുടെ ശരീരവും വേദനിക്കും. മനസ്സിലായില്ല? അവർ മിണ്ടാപ്രാണികളാണ്, അവരുടെ ശരീരവും വേദനിക്കും, മുറിയും. അവർക്ക് പറയാനറിയില്ല, അവർ മാറി നിന്ന് അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. നമ്മൾ ആ പാവമൊന്നും ചെയ്യരുത്. മാക്സിമം പട്ടികൾക്ക് കൂടുതലും, പട്ടിക്കുട്ടികൾക്ക് കൂടുതലും ഈ പേയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്. അത് നല്ല വെയിൽ സമയത്തൊക്കെ വെള്ളം കിട്ടാതെ വരികയും ഈ റോട്ടിൽ കൂടെയൊക്കെ അലഞ്ഞു നടക്കുന്ന പട്ടിക്കുട്ടികൾക്കാണ് കൂടുതലും വരുന്നത്. അതെന്തുകൊണ്ടെന്ന് വെള്ളമില്ല, ആഹാരമില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് അവർക്കുണ്ടാകും. പട്ടിക്കുട്ടികൾക്ക് വേറെ സമയത്ത് ഒരുപാട് വെള്ളം കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് എവിടെയൊക്കെയോ. അപ്പം നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ആയിരിക്കാം. അവർക്കത് കോടി പുണ്യം കിട്ടിയതുപോലെയാണ്. ചിലപ്പോൾ ഒരു മാസം ഫുഡ് കഴിക്കാതെ കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയായിരിക്കും റോട്ടിൽ. ഒരു 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ബസ്സിലിരുന്നായാലും അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താലും മതി. അവരത് കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം എന്ന് പറയുന്നത്, ഒരു മേലോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അവരിങ്ങനെ മേലോട്ട് നോക്കി അവരുടെ ഭാഷയിൽ അവർ വിളിക്കും. ആ വിളിക്കുന്നത് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് അവർ ബിസ്ക്കറ്റ് തന്നു, അവർക്ക് നന്മ വരുത്തണമേ എന്നാണ് പറയുന്നത്. പലർക്കും അത് മനസ്സിലാവില്ല. അതിനോട് ഇടപഴകി കഴിയുമ്പോൾ പട്ടിക്കുട്ടികളെ വളർത്തുന്നവർക്ക് മനസ്സിലാവും. എൻ്റെ കുറിഞ്ഞു എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നവൻ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ്? അവൻ അതിനുള്ള ഒരു ഇതുണ്ട്. പ്രാർത്ഥിക്കുകയാണ്, അപ്പം നമുക്കും പോയി പ്രാർത്ഥിക്കണം. അവർക്കും ഉണ്ടല്ലോ ദൈവം. അവർ മേളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് തന്നെയാണ്. അപ്പം നമ്മൾ എന്താ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറ്റുന്ന രീതിയിൽ പറ്റുന്നവരെയൊക്കെ നമ്മൾ സഹായിക്കുക. അവർ സന്തോഷിക്കട്ടെന്നേ. എല്ലാ കോടികളും നമ്മൾ മാത്രം വെച്ചിരുന്നിട്ട്, ചില ആൾക്കാർ, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ദുഃഖമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. കോടികളുള്ളവർക്ക് പോലും ദുഃഖമുണ്ട്. ഈ കോടികൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുള്ള ദുഃഖമാണ്, വേറെ ദുഃഖമൊന്നുമില്ല. അയ്യോ ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ പൈസ ആര് കൊണ്ടുപോയി, എന്ത് ചെയ്യ, ആ വെപ്രാളത്തിൻ്റെ ദുഃഖമാണ്. അല്ലാതെ വേറെ ദുഃഖങ്ങളൊന്നും തന്നെ അല്ല. മനസ്സിലായില്ലേ? കോടികളുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഈശ്വരൻ വിചാരിക്കണം, നമ്മുടെ ജീവിതം നമുക്ക് ഭൂമിയിലേക്ക് തരണമെന്നുണ്ടെങ്കിൽ, ആയുസ് കൂട്ടി തരണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലേ അതൊക്കെ നടക്കുള്ളൂ. നമുക്ക് എഴുതിയാലോ നമ്മൾ വായിച്ചാലോ ഒന്നും നടക്കില്ല. അപ്പം നമ്മൾ മാക്സിമം നന്മകൾ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. നമുക്ക് ആയുസ്സും കൂടുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുഖത്ത് പ്രസാദം വരും, ശരീരത്തിന് ഉന്മേഷം വരും, മനസ്സിന് സന്തോഷം വരും. അപ്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ ഉയരത്തിലേക്ക് പോകും. അങ്ങനെയാണ്. അപ്പം നിങ്ങളും മാക്സിമം അതുപോലെ ട്രൈ ചെയ്യാൻ നോക്കുക. ഈ കുശുമ്പും കുന്നായ്മയും പരദൂഷണവും നുണയും കുണ്ടണിയും ഒക്കെ പറയുന്ന നേരം ഒരു 10 വചനം വായിച്ചാട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ രാമായണം വായിച്ചാട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണോ അത് വായിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. മനസ്സിലായില്ലേ? വേഗം ജോലി തീർത്തിട്ട് അയൽവക്കത്ത് പോയിരുന്ന് നുണ പറയുന്ന നേരം, ആ നുണ കേട്ടിട്ട് ആ തൊട്ടപ്പുറത്ത് പോയിരുന്ന് ഇച്ചിരി കൂടെ കൂട്ടി പറയും. ഇതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകില്ല. ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചായ കിട്ടും, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കിട്ടും. ഇതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പട്ടിണി മാറില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വയറ് നിറയേയില്ല. അപ്പോൾ മതിയെന്ന് പറയുന്ന ഒരേ ഒരു സാധനം ആഹാരം മാത്രമാണ്. വേറൊന്നും മതിയെന്ന് പറയില്ല. എന്ത് കിട്ടിയാലും പോരട്ടെ എന്ന് പറയുള്ളൂ. മതി എന്ന് പറയുന്നത് വിശക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമേ മതി എന്ന് പറയുള്ളൂ. അത് ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല. കൂടുതൽ കൊണ്ടുപോയാലും കേടായിപ്പോകും. അപ്പോൾ അത് കാരണം മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ഫുഡാണ്. വേറെ ഒന്നും മതി എന്ന് പറയില്ല. എത്ര കിട്ടിയാലും പോരട്ടെ എന്ന് പറയും. അതാണ് മനുഷ്യർ. എന്നാലോ വാങ്ങിച്ചാലോ അത് മറ്റൊരാൾക്ക് കൊടുക്കുമോ? അതുമില്ല. ദൂരെ കളഞ്ഞാൽ പോലും കൊടുക്കത്തില്ല ഈ മനുഷ്യരൊന്നും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ചിലരുടെ വീട്ടുമുറ്റത്തൊക്കെ ഓരോരുത്തരെ കൊണ്ട് കളഞ്ഞിട്ട് പോണതാണ് ഈ പട്ടിക്കുട്ടികളെയൊക്കെ. റോട്ടിലെങ്ങനെ പട്ടികൾ വരുന്നു, പട്ടികളെങ്ങനെ കൂടുന്നു. ഓരോ വീടുകളിൽ വളർത്തിയിട്ട് അവർക്ക് പിന്നെ ബുദ്ധിമുട്ടും ടോർച്ചറിങ്ങും ആകുമ്പോൾ അവർ കൊണ്ട് കളയും. രാത്രി രാമായണമൊക്കെ ആകുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ കൊണ്ടുവന്ന് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും ഇരുട്ടത്ത്. അവർ പിന്നെ റോട്ടിൽ കിടന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആഹാരമില്ലാതെ വിശന്ന് വലഞ്ഞിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഉണങ്ങി എല്ലും തള്ളി ഇങ്ങനെ നടക്കും. പക്ഷെ അയൽവക്കത്തൊക്കെ ഒരുപാട് വീടുകൾ കാണും. എന്നാൽ അവർ ഈ വേസ്റ്റിൽ കളയുന്ന ഭക്ഷണം പോലും ആ പട്ടിക്കുട്ടികൾക്കൊന്നും വിളിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട്.
എന്തൊരു മനുഷ്യരല്ലേ. മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത് പുഴുവായി മാറും. ആ വേസ്റ്റല്ല അവർക്ക് കൊടുത്താൽ അവരുടെ വയറ് നിറയും, ഒരു ജീവൻ നിലനിന്ന് പോകും. അങ്ങനെയും ചിന്തിക്കില്ല മനുഷ്യരൊന്നും. അതാണ് മനുഷ്യർ. അപ്പോൾ ആ പട്ടിക്കുട്ടികൾ അവിടെ നിന്ന് പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ ആവുമ്പോൾ ഗർഭിണിയാവും, കുട്ടികളാവും, വളരും, ഒരുപാട് കുട്ടികൾ പെറ്റുവരും, റോഡ് നിറയെ പട്ടികളാവും. എന്തുകൊണ്ടാണ്? ഒരു പട്ടിയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു പട്ടിയിൽ നിന്നാണ് കുട്ടികളുണ്ടായി ഇങ്ങനെ പോകുന്നത്. ആണ് പെണ്ണ് ഇങ്ങനെ. അപ്പോൾ റോഡ് നിറയെ പട്ടികളാവും. അയ്യോ പട്ടികളാണ്, റോഡിൽ നടക്കാൻ പറ്റുന്നില്ല, അത് പറ്റുന്നില്ല. ഒരാൾ ചെയ്യുന്ന തെറ്റിലാണ് ഒരുപാട് അപാകതകൾ ഉണ്ടാകുന്നത്. വണ്ടി ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു, പട്ടികളും മരിക്കുന്നുണ്ട്, ആൾക്കാരും വീഴുന്നുണ്ട്. പട്ടികൾ കുറുകെ ചാടുമ്പോഴാണ് അവർ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് പേടിച്ച് ചാടുന്നതാണ്. അവർ മനഃപൂർവ്വം എടുത്ത് ചാടുന്നതല്ല. നമ്മുടെ സമയം മോശമാണെങ്കിൽ നമ്മളും വീഴും, അവരും വീഴും. ആർക്കാണ് അപകടം സംഭവിക്കുന്നതെന്ന് പറയാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ഏറെക്കുറെ ഇതൊക്കെ വരുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്ത് നികത്തി കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ തന്നെ മനസ്സ് വയ്ക്കണം. നമ്മൾ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്നാൽ വീണ്ടും കാണാം.